പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ശക്തമാണ്. എന്നാൽ വോട്ട് ബി.ജെ.പിക്ക് പോകുന്നു. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ശക്തമാണെങ്കിലും വോട്ട് ബി.ജെ.പിക്ക് പോവുകയാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ഹരിയാനയിൽ സാധാരണക്കാരായ ധാരാളം പേർ കോൺഗ്രസിനോട് പരാതി പറഞ്ഞിരുന്നുവെന്നും നിരവധി പേരാണ് വോട്ട് ചോരിക്കെതിരെ രംഗത്ത് വരുന്നതെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രചാരണം നടത്തുമെന്നും സ്വതന്ത്രവും സുതാര്യവുമായ വോട്ടെടുപ്പാണ് നടക്കേണ്ടതെന്നും അവർ പറഞ്ഞു. ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുവെന്ന് ആവർത്തിക്കുമ്പോഴും ആ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സർവേ നടത്തിയത്. ഹരിയാനയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള 22 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ബി.ജെ.പി പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് നടന്നു. വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആരുടെ പേര് വേണമെങ്കിലും ഒഴിവാക്കാം എന്ന സ്ഥിതിയാണുള്ളത്. വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രചാരണം നടത്തുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നില്ലെന്ന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് പി.സി. വിശ്വനാഥ് പറഞ്ഞു. ഹരിയാനയിൽ സർക്കാർ ഉണ്ടാക്കുമെന്ന് ബി.ജെ.പി മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നെന്നും അതുതന്നെയാണ് ഗോപാലകൃഷ്ണനും പറഞ്ഞതെന്നും പി.സി. വിശ്വനാഥ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം മറുപടിയുമായി വന്നത് കിരൺ റിജിജു മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിശദീകരണവും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഗുരുതര ക്രമക്കേട് നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിരുന്നു. ബി.ജെ.പി ബീഹാറിൽ വോട്ട് ചെയ്യാനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വോട്ടർമാരെ എത്തിച്ച് വമ്പൻ തട്ടിപ്പ് നടത്തിയെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം.